അലക്സേ, നിന്നെ പോലീസ് കൊണ്ടുപോയി പിന്നെ ഇതിനകത്ത് ഒരുപാട് കോള് വന്നായിരുന്നു. ഞാൻ എടുത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് വേറൊരു കാര്യമാണ്. ഇതേപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ലായിരുന്നു. നിർത്തണേ. ആരാണ് തല്ലിയിട്ടിട്ട് ഒന്ന് ആശുപത്രി ആരോ തല്ലിയിട്ടതാ. ഹോസ്പിറ്റലിൽ വിട്ടാ പേടിക്കേണ്ട, സ്വാമിമാരെ അവർ കൊണ്ട് കൊണ്ടുപോയിക്കോളൂ. വണ്ടി ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാള് ഷൈന, എൻ്റെ മകൻ. പടച്ചോനെ, നീ എന്നെ ഈ പറയണേ. എപ്പോഴും ഈ നമ്പറിൽ നിന്നാ വിളിക്കണേ. എന്നതാ ഫോൺ എടുക്കട്ടെ? വിളിച്ചു മടുത്തു. നിന്റെ വാക്കം കേട്ട് ഇറങ്ങി തിരിച്ചതാ. എല്ലാം ഒപ്പിച്ച് ഫോൺ എടുക്കത്തില്ല. വാർത്ത കണ്ടല്ലോ. ഞാനാകെ വല്ലാത്ത ടെൻഷനില്ല. എല്ലാം പപ്പയോട് പറയുമ്പോ നോക്കിക്കോ, നീ കുടുങ്ങും. നമുക്ക് ആകെയുള്ളൊരു പിടിവള്ളി മൊബൈലാണ്. ഇതിപ്പോൾ ഏതായാലും കയ്യിലുണ്ട്. CCTV ദൃശ്യങ്ങൾ നോക്കി പോലീസ് എങ്ങനെയെങ്കിലും ബൈക്ക് കണ്ടുപിടിക്കും. അതിനുമുമ്പ് നമുക്ക് ഈ വിളിക്കുന്നയാളെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എൻ്റെ മോൻ കൊലക്കുറ്റത്തിനകത്താവും. അല്ലോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. ഇതൊക്കെ ഒരുപക്ഷെ അവളുടെ ഒരു തീരുമാനമായിരിക്കും, ആനിയുടെ. അല്ലെങ്കിൽ ഈ മൊബൈൽ നിന്റെ കയ്യിൽ കിട്ടേണ്ട കാര്യമില്ലല്ലോ. ഇനി ആകെ 10 ദിവസമുള്ളൂ. അത്രയും സമയം കൊണ്ട് എൻ്റെ മോനെ കണ്ടുപിടിക്കണം.